എൻ്റെ പേര് ബിനു വി എം. ഇടുക്കിയിൽ ചപ്പാത്ത് എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ 2019 മെയ് മാസം 30 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ ജീവിതത്തിൽ വിവാഹം നടക്കുന്നില്ല എന്ന കാരണം ഞാൻ ഒത്തിരി പേരുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ ഞങ്ങളുടെ അവിടെയുള്ള ഒരു ടീച്ചർ സ്കൂളിൽ ഇങ്ങനെ പറഞ്ഞു കേട്ട കാര്യം വെച്ച് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ കൃപാസനത്തിൽ പത്രം എനിക്ക് ലഭിച്ചു. ഞാനത് വായിച്ചു. ടീച്ചറിനോട് തന്നെ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടെ കൃപാസനത്തിലൊന്ന് പോകാം. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ കാരണമായി. 18 വർഷമായിട്ട് വിവാഹം നടക്കാതിരുന്ന ഒരു വിഷമത്തിലാണ് ഞാൻ ജീവിച്ചത്. ഏതാണ്ട് 18ഓളം പെൺകുട്ടികളെ പോയി കാണുകയും ആരും അതിന് സമ്മതിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. കാരണം സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്ന ഒരു കുടുംബത്തിൽ സ്വന്തമായിട്ടൊരു ജോലിയില്ല. ആകെയുള്ളത് വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ ജോലിയില്ല, സ്ഥിര വരുമാനമില്ല. കൂലിപ്പണിയൊക്കെ എടുത്താണ് ഞാൻ ജീവിച്ചിരുന്നത്. വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, എൻ്റെ കാര്യം നോക്കി അങ്ങനെയൊക്കെ. കാരണം എൻ്റെ പെങ്ങൾ ആ കാലഘട്ടത്തിൽ സ്ഥിരമായിട്ട് അസുഖമുള്ള ഒരാളായിരുന്നു. വാൽവിന് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ മുഴുവനും എല്ലാ മാസവും ആശുപത്രി കൊടുക്കാൻ മാത്രമേ തികയത്തുള്ളായിരുന്നു, വണ്ടിക്കാർക്കും ആശുപത്രിയിലും. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് യാതൊരു വിധത്തിലുള്ള പുരോഗമനവും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായില്ല. വിവാഹാലോചനകൾ വരുമ്പോഴെല്ലാം ഞങ്ങളുടെ വീടും പരിസരവും ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥയും കണ്ട് നടത്തി കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ ഞാൻ വിഷമിച്ച് വളരെയധികം വേദനയോടുകൂടി ഇരുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്തു. വിവാഹം നടക്കുന്നില്ല എങ്കിൽ ഇനി ഒരു ഏകസ്ഥ ജീവിതം. എൻ്റെ ഒരു സുഹൃത്ത് സുനീഷ് ഇവിടെ വന്നിട്ടുണ്ട്. സുനീഷ് എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. നല്ലതണ്ണി എന്ന് പറയുന്ന സ്ഥലത്ത് 3 ബ്രദർമാർ ഒറ്റയ്ക്ക് കാട്ടിൻ്റെ നടുക്ക് പ്രാർത്ഥിച്ച് മാത്രം ജീവിക്കുന്നുണ്ട്. അവിടെ പോയി ഞങ്ങൾ അവരെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. അടുത്ത ഒരു ആലോചന കൂടെ നോക്കിയിട്ട് ഇനി കല്യാണം നടന്നില്ലെങ്കിൽ അവരുടെ കൂടെ കൂടിയേക്കാമെന്ന്. കാട്ടിൻ്റെ നടുക്ക് പോയി പ്രാർത്ഥിക്കാൻ മാത്രം ജീവിതം മാറ്റിവെക്കാമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ആ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി എന്നെ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ മത അധ്യാപകനാണ്, ഞങ്ങളുടെ പള്ളിയിൽ വേദപാഠം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ ആഗ്രഹം ഇതായിരുന്നു, ജീവിതത്തിൽ ഒരിക്കലും മദ്യപിച്ചിട്ടില്ലാത്ത, അല്ലെ മദ്യപാനത്തിന് അടിമയല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കണമെന്നായിരുന്നു ആ കുട്ടിയുടെ ആഗ്രഹം. അപ്പോൾ എന്നെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ ഇതിനെതിരാണെന്ന് അവർക്ക് മനസ്സിലായി. കാരണം ഞാൻ മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതുകൊണ്ട് അങ്ങനെ എന്നെ സമീപിച്ച് ചോദിച്ചു, കല്യാണം കഴിക്കാൻ സമ്മതമാണോ എങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കാം, പക്ഷേ നമ്മൾ തമ്മിലുള്ള പ്രായം ഭയങ്കര വ്യത്യാസമാണ്. ഞങ്ങൾ തമ്മിൽ 20 വയസ്സ് വ്യത്യാസമാണ്. അപ്പോൾ ഒരിക്കലും ആരും സമ്മതിക്കല്ലോ. ഒരപ്പനും അമ്മയും 20 വയസ്സ് വ്യത്യാസത്തിലൊരു ചെറുക്കന് പെണ്ണിനെ കല്യാണം കഴിച്ച് കൊടുക്കാൻ സമ്മതിക്കുകയില്ല. അപ്പം ആ സാഹചര്യത്തിൽ ഞാൻ ഈ വീട്ടുകാരോട് ചോദിക്കുകയാണ്, ഇതുപോലെ നിങ്ങളുടെ മകൾക്ക് താല്പര്യമുണ്ട്, എനിക്ക് കല്യാണം കഴിച്ച് തരാമോ എന്ന്. അവരുടെ ബന്ധുക്കളോട്, എൻ്റെ അയൽപക്കത്തുള്ളവരോടൊക്കെ അന്വേഷണം നടത്തി. അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത്, പ്രായം കൂടിയ ഒരു ചെറുക്കൻ, നമുക്ക് പറ്റിയ കേസല്ല, അതുകൊണ്ട് ഇത് നടക്കുകയില്ലെന്ന് പറഞ്ഞത് മാറ്റി. അങ്ങനെ അത് ഉപേക്ഷിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഉടമ്പടി എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ തരണം എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചെന്നു. 90 ദിവസം കഴിഞ്ഞു ആദ്യത്തെ. ഈ 90 ദിവസം കഴിഞ്ഞ് ഒന്നും നടന്നില്ല. വീണ്ടും ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി. വീണ്ടും അടുത്ത 90 ദിവസവും പ്രാർത്ഥിച്ചു. ഒരു മാറ്റവും ഈ വ്യക്തികളുടെ ഒന്നും ജീവിതത്തിലുണ്ടായില്ല. വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി. മൂന്നാമത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോൾ ഇവിടെ 6 മണി വരെ ഇവിടെ നിന്നിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനായിട്ട് ഇവിടെ നിന്നു. അച്ഛനെ കണ്ട്
ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന്. ഇവിടെ വന്ന് അൾത്താരയുടെ സൈഡിൽ വന്ന് നിന്ന് അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛൻ എന്നോട് കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞതുപോലെ കല്യാണം നടക്കുന്നില്ല. അച്ഛൻ എൻ്റെ ഈ തോളിനിട്ടൊരൊറ്റ അടി അടിച്ചു, ഇവിടേക്കിട്ട് നല്ലപോലെ വേദനിച്ചു. എന്നോട് പറഞ്ഞു കുരിശിൻ്റെ ചുവട്ടിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചേക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വിശ്വാസ പ്രമാണം ഉറക്കച്ചൊല്ലാൻ പറഞ്ഞു. ഞാൻ ചൊല്ലി തിരിച്ചിറങ്ങി ഇവിടെ വന്നപ്പോൾ അച്ഛൻ എൻ്റെ തലയ്ക്ക് കൈപിടിച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കവളത്തൊരൊറ്റ അടി അടിച്ചു. പക്ഷേ എനിക്ക് വേദനിച്ചില്ല. ഞാൻ പോയി. അച്ഛൻ പറഞ്ഞു എല്ലാം നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ പോയി. ഈ മൂന്നാമത്തെ പുതുക്കലിന് ശേഷം എടവപ്പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞാൻ ഫോൺ എടുത്തിട്ട് ഈ പെണ്ണിൻ്റെ അപ്പനെ വിളിക്കുകയാണ്. വിളിച്ചു, ഇന്നപോലെ എനിക്കൊന്ന് നേരിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ആ കേസ് പറയാനാണെങ്കിൽ ഇനി എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് ശേഷം ഈ പെണ്ണിൻ്റെ അപ്പൻ ചോദിച്ചു, നിൻ്റെ മനസ്സിൽ എന്നാ താല്പര്യം? എനിക്ക് ആ കല്യാണം മതി എന്ന് പറഞ്ഞു. കാരണം മദ്യപിക്കാത്ത ആളാണ്, അതുകൊണ്ട് അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഭയങ്കര പ്രശ്നമായി, ഉടക്കായി. എന്നാണെങ്കിലും എനിക്ക് കല്യാണം മതി എന്ന് പറഞ്ഞു. അവളുടെ ആൾക്കാരെ എല്ലാം വിളിച്ചു കൂട്ടി വീട്ടിൽ ഇരുന്ന് അവർ ആലോചിച്ചു. അവളുടെ ഇഷ്ടം അതാണെങ്കിൽ നടത്തി കൊടുക്കാൻ ആ അപ്പൻ്റെ അനിയന്മാരും ചേട്ടന്മാരും ചേടത്തിമാരൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ലെന്നും പറഞ്ഞു, വീട്ടിൽ നിന്നൊന്നും തരത്തുമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ടൈലിൻ്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം പൈസയൊക്കെ ഈ സമയമായപ്പോൾ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ പൈസ ഒന്നും വേണ്ട, പെണ്ണിനെ മാത്രം തന്നാൽ മതി. അങ്ങനെ ആ പെണ്ണിനെ കല്യാണം കഴിച്ച് തരാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വെറും 22 ദിവസം കൊണ്ട് അച്ഛന്മാരും ഒക്കെ ആയിട്ട് ചർച്ച നടത്തി ഈ കല്യാണം 22 ദിവസം കൊണ്ട് നടത്തി. ഞാൻ 2.5 ലക്ഷം രൂപ 2.25 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിച്ച് പെണ്ണിനെ ഇട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഏതാണ്ട് 4 മാസം ഞാനും എൻ്റെ മാതാപിതാക്കളും ഈ പെണ്ണും ഒരുമിച്ച് ജീവിച്ചു. ഞാൻ സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിക്കാത്തത് കൊണ്ട് എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അവർ 4 മാസം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ ഇങ്ങനെയുള്ളൊരു ദേഷ്യമുള്ളപ്പം എന്ത് പറഞ്ഞാലും കുറ്റം ഉണ്ടാകുമല്ലോ. കുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ച് അവർ പിണങ്ങി, അവർ വേറെ പോയി താമസിക്കാൻ പോയി. കാരണം ഇവരുടെ കൂടെ ഇനി ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒത്തിരി വിഷമം ഇപ്പോഴും. പക്ഷേ പോയി കഴിഞ്ഞ് പിന്നെ സൗമ്യതയിലൊക്കെ ആയി. ഞങ്ങൾ ഇപ്പം നല്ല ടേംസിലാണ്. പക്ഷേ വീട്ടിൽ വരത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാതാവ് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ വിവാഹം കഴിഞ്ഞു. ഞാൻ ആഗ്രഹിച്ച ഇത്രയേ ഉള്ളൂ, എനിക്ക് 2 കുട്ടികളെ എങ്കിലും വേണം. കാരണം എല്ലാവരും പറഞ്ഞു നിനക്ക് പിള്ളേരുണ്ടാകുകയില്ലെന്ന്. കാരണം എന്നാണെന്നറിയോ? പ്രായവ്യത്യാസം. നിൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് മക്കളുണ്ടാകുകയില്ലെന്ന്. എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. കല്യാണം കഴിഞ്ഞ 4ാമത്തെ മാസം അവൾ പ്രഗ്നൻ്റായി. പ്രസവിച്ചു. ഒരു പെൺകുഞ്ഞിനെ കിട്ടി. അവൾക്ക് 2 വയസ്സ് പൂർത്തിയായപ്പോൾ അടുത്ത കുഞ്ഞ് ഒരാൺകുഞ്ഞിനെ തന്നു. ഇപ്പോൾ 5.5 മാസം ആൺകുഞ്ഞിന് പ്രായമായി. എനിക്ക് 2 കുഞ്ഞിനെയും കിട്ടി. ഈ കല്യാണം നടക്കാത്തവരുടെ വിഷമമെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം കുറ്റപ്പെടുത്തലുകൾ ഇഷ്ടം പോലെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് പ്രായം കൂടി. ഞാൻ 43ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിയുന്നത്. പക്ഷേ എന്നെ ഇപ്പം നിങ്ങൾ കണ്ടാലും അത്രയും പ്രായമൊന്നും പറയത്തില്ല. അതിന് മാതാവിനിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മാതാവിൻ്റെ വലിയ അനുഗ്രഹമുള്ളതുകൊണ്ട് ഇനി ഉടമ്പടിയിൽ ഇങ്ങനെ ഈ ഒരു കാര്യം എനിക്ക് സാധിച്ചു കിട്ടി. അടുത്തത് എൻ്റെ സഹോദരിക്ക് ജോലിയില്ലാത്ത ഒരവസ്ഥയായിരുന്നു. അവൾ ജോലിയില്ലാതെ പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത് അവൾ B.Ed ഒക്കെ പഠിച്ചിട്ട് ജോലിയില്ലാതിരിക്കുമ്പോൾ പ്രൈവറ്റ് സ്കൂളിലൊക്കെ പഠിപ്പിച്ചിരുന്ന സമയത്ത് അതായത് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ ടെസ്റ്റ് എഴുതി. ടെസ്റ്റിൽ 1ാം റാങ്ക് കിട്ടി. പക്ഷേ രൂപതയിൽ ഒഴിവില്ല. അങ്ങനെ 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു. ആ ലിസ്റ്റ് ക്യാൻസലായി. അടുത്ത് വീണ്ടും എഴുതി. വീണ്ടും 1ാം റാങ്കിൽ വന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് ഒഴിവുണ്ട്, അവിടെ പോയി ജോലി ചെയ്തു. മൂന്നാറിലെ ചിന്നക്കനാൽ എന്ന് പറയുന്ന സ്ഥലത്ത് 1 രൂപ പോലും ശമ്പളം കിട്ടിയില്ല. 1 വർഷം 2 വർഷം ജോലി ചെയ്തു. 1 രൂപ പോലും ശമ്പളം കിട്ടാതെ ജോലി ചെയ്തു. വളരെ വിഷമിച്ച് നടന്നു. ഞാനപ്പോൾ ഈ വിഷയവും ഉടമ്പടിയിൽ വെച്ചിരുന്നു.
എൻ്റെ സഹോദരിക്ക് സ്ഥിരമായൊരു ജോലി നൽകണമേ എന്ന്. അതിനുശേഷം കോട്ടയം മൗണ്ട് കാർമൽ സ്കൂളിൽ ഒരു ഒഴിവ് വന്നു. അത് വളരെ യാദൃശ്ചികമായിട്ട് വന്നതെന്നാണ് പറഞ്ഞ്. യാദൃശ്ചികമായിട്ട് അവിടെ ഒരു ഒഴിവ് വരികയും രൂപതയുടെ സ്കൂളല്ല, അത് കോൺവെൻറ്റിൻ്റെ സ്കൂളാണ്. അപ്പോൾ എ വിഭാഗവും ബി വിഭാഗവും അങ്ങനെ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട്. അത് കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ അവിടെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എ വിഭാഗത്തിലെ ലിസ്റ്റിലാണോ ഉള്ളതെങ്കിൽ ബി വിഭാഗത്തിൽ കിട്ടാൻ പാടാം, ബി വിഭാഗത്തിലെ ലിസ്റ്റിലാണോ ഉണ്ടെങ്കിൽ എ വിഭാഗത്തിൽ കിട്ടാൻ പാടാം. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, അവൾക്കവിടെ അപ്പോയിൻമെൻറ്റ് പാസ്സായി ഇപ്പോൾ അവിടെ ജോലിക്ക് പോകുന്നു. ഞങ്ങൾ ശരിക്കും ഞാൻ അവളോടും പറഞ്ഞായിരുന്നു, ഞാൻ എന്നെ പോലെ ഉടമ്പടി വെച്ചിട്ടുണ്ട്, നീയും വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം. ഞാൻ ഉടമ്പടി വെച്ച് 4ാമത്തെ പുതുക്കലിനാണ് അവളുടെ അപ്പോയിൻമെൻറ്റ് പാസ്സാകുന്നത്. ആ പുതുക്കലിന് തൊട്ട് മുമ്പ് തന്നെ അവളും വന്നിവിടെ ഉടമ്പടി എടുത്തായിരുന്നു. അങ്ങനെ ആ ജോലി കിട്ടി. അതെനിക്ക് 2ാമത് കിട്ടിയ ഒരു അനുഭവമാണ്. പിന്നെ ഞാൻ എൻ്റെ സഹോദരിയുടെ മകള്, അവൾ നന്നായിട്ട് പഠിക്കും, പക്ഷേ കണക്കെന്ന് പറയുന്ന സാധനം അവൾക്ക് അറിയത്തില്ല. എങ്ങനെ എഴുതിയാലും ഏത് പരീക്ഷ എഴുതിയാലും 20 മാർക്ക്, 18 മാർക്ക്, 22 മാർക്ക്, അതിന് മേളിൽ മാർക്കില്ല. പാസ്സാകും, ജസ്റ്റ് പാസ്. പക്ഷേ ഫുൾ A+ മേടിക്കണം, അത് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ആരും നല്ല വിദ്യാഭ്യാസത്തിൽ എത്തിയിട്ടില്ല. അതൊക്കെ ഞങ്ങളുടെയൊക്കെ വന്ന ഒരു ഭയങ്കര എന്താ പറയുക, ദുരഭിമാനം പോലൊക്കെ ഞങ്ങൾക്ക് പലരുടെയും മുൻപിൽ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഫുൾ A+ മേടിച്ച് കുടുംബത്തിലൊരു കുഞ്ഞുണ്ടാകണം. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അവൾക്ക് വേണ്ടി ഉടമ്പടി എടുത്തു. എൻ്റെ ഈ കുഞ്ഞിന് ഈ മാത്സ് എന്ന് പറയുന്ന വിഷയത്തിൽ ഫുൾ മാർക്ക് മേടിക്കാനുള്ള കൃപ മാതാവ് കൊടുക്കണം. മാതാവ് അവൾക്കത് കൊടുത്തു. അവൾ മോഡൽ പരീക്ഷയ്ക്ക് 24 മാർക്ക് അവൾക്ക് കിട്ടിയേ. ഇപ്പം ഞങ്ങളോർത്ത് കിട്ടുകയില്ലായിരിക്കുമെന്ന്. പക്ഷേ 90-ന് മേളിൽ മാർക്ക് കിട്ടി. അങ്ങനെ ഫുൾ A+ അവൾ 10ാം ക്ലാസ് പാസ്സായി. അതിനുശേഷം അവൾ +2 ഫുൾ A+ പാസ്സായി. ഇപ്പോൾ അവൾ എറണാകുളം കോളേജിൽ അവൾ പഠിക്കുന്നു. അത് അടുത്ത കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഈ കൈയുടെ വിരലിൽ ഈ സൈഡ് എല്ലാം ഞാൻ ടൈലിൻ്റെ പണി ചെയ്യുന്നത് കൊണ്ട് സിമൻറ്റും പശയും ഉപയോഗിച്ച് ആണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. മുഴുവൻ ഇങ്ങനെ പൊട്ടിക്കീറുന്ന ഒരു അസുഖം എനിക്ക് ഉണ്ടായിരുന്നു. ഒരു 10 വർഷമായിട്ട് ഞാനൊരു 10-20 ഡോക്ടറെ പോയി കണ്ടു, ഈ സ്കിന്നിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ. ഞാൻ ചെയ്യാവുന്ന മരുന്നെല്ലാം ചെയ്തു. ഇവിടെ ഉടമ്പടിയിൽ ഞാനത് നിയോഗമായിട്ടൊന്നും എഴുതിയില്ല. പക്ഷേ ഇവിടുന്ന് കിട്ടിയ തൈലം പുരട്ടി ഒരു 2-3 മാസം പുരട്ടിയിട്ട് മാറിയില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇത് മാറത്തൊന്നും ഇല്ല എന്ന്. പിന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു, ഇനിയും പുരട്ടുക, ഈ ഓയിൽമെൻറ്റുകളൊന്നും പുരട്ടണ്ട, ഇനിയും ഇത് തന്നെ പുരട്ടുക. അങ്ങനെ 6 മാസം ആ തൈലം പുരട്ടി. ഇതിൻ്റെ ഫലമായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന അലർജി എല്ലാം പരിപൂർണമായിട്ട് ഇപ്പം നിൽക്കുന്ന കാണാം. എൻ്റെ കയ്യിൽ ഒരു കുഴപ്പമില്ല. മറ്റേ ഇങ്ങനെ പൊട്ടിക്കീറി ഇരിക്കുകയായിരുന്നു. എല്ലാം മാറി. മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ അടുത്തതായിട്ട് എനിക്ക് കിട്ടിയ മറ്റൊരു അനുഗ്രഹം ഇതാണ്. ഞാൻ പള്ളിയിൽ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ഞാനിപ്പോൾ 30 വർഷമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉടമ്പടി എടുത്ത വർഷം എനിക്ക് കിട്ടിയ കുട്ടികൾ വലിയ കാര്യമായിട്ടൊന്നും പഠിക്കുകയല്ല. കുറച്ച് പേര് പഠിക്കുമെങ്കിലും വലിയ കാര്യമായിട്ട് പഠിക്കില്ല. അവരുടെ പ്രത്യേകത ഇതാണ്, ക്ലാസ്സിൽ വന്നിരുന്ന അവർ ഫുൾ അശ്രദ്ധരാണ്. എന്നാ പറഞ്ഞ് കഥ പറഞ്ഞ് അല്ലെങ്കിൽ എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്ലാസ് എടുത്താലും അവർ ശ്രദ്ധിക്കത്തില്ല, അവർ പഠിക്കത്തില്ല. ഞാൻ മാതാപിതാക്കളെ വിളിച്ച് പറഞ്ഞു, ഈ പിള്ളേർ ഭയങ്കര അലമ്പാന്നാണ് സ്കൂളിലും പറഞ്ഞത്. ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഈ പിള്ളേർ ഏറ്റവും നല്ല രീതിയിൽ പാസ്സായി ഒരു ബാച്ചായിട്ട് എനിക്ക് പറഞ്ഞു വിടണം. അതിനെ മാതാവിനെ അനുഗ്രഹിക്കണം. ഞാൻ അവരെ കൊണ്ടുപോയി പരീക്ഷയ്ക്ക് തൊട്ട് തലേ ഞായറാഴ്ച മഠത്തിൻ്റെ ചാപ്പലിൽ കൊണ്ടുപോയി മുട്ടുകുത്തി നിർത്തിയിട്ട് എല്ലാവരുടെയും തലയിൽ ഇവിടുന്ന് തന്ന ഉടമ്പടി തൈലമെടുത്ത് കുരിശ് വരച്ചിട്ട് ഇവിടുന്ന് ഞാൻ പ്രത്യേകം ലോക്കറ്റ് മേടിച്ച് പ്രാർത്ഥിച്ച് കൊണ്ടുപോയി എല്ലാവരുടെയും കൈ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി പരീക്ഷ എഴുതുമ്പോൾ ഇത് കൂടെ കൊണ്ടുപോക്കും, മാതാവ് കൂടെ കാണും, നിങ്ങൾക്കറിയാത്ത ചോദ്യത്തിന് ഉത്തരവെല്ലാം മാതാവ് നിങ്ങൾ ഓർമ്മപ്പെടുത്തി തരും. അവരങ്ങനെ പരീക്ഷ എഴുതി ജയിക്കുകയില്ല എന്ന് പറഞ്ഞ 6 കുട്ടികളുണ്ടായിരുന്നു ആ ക്ലാസ്സിൽ. പക്ഷേ 4 A+ ആണ് ഏറ്റവും കുറവ്.
ഒരു ഫുൾ A+, പിന്നെ 9A+, 8A+, ഇങ്ങനെ ഞാൻ ആ കുട്ടികൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്, അതുപോലെ ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുപോകുന്ന പത്രം അവർക്ക് വായിക്കാൻ കൊടുക്കുമായിരുന്നു. ഇതൊക്കെ അവർ വായിച്ചു. അങ്ങനെ അവരുടെ സ്വഭാവം തന്നെ മാറി. കാരണം പ്രാർത്ഥിക്കണമെന്നുള്ള ആഗ്രഹം, പള്ളി വരണമെന്നുള്ള ആഗ്രഹം, അവർ വ്യക്തിപരമായി ബൈബിൾ വായിക്കണമെന്നുള്ള ആഗ്രഹം ഒക്കെ ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുകയും അവരൊത്തിരി ഇപ്പോൾ ശരിക്കും അവരെ കണ്ട ഒരു അച്ചടക്കമുള്ള കുട്ടികളായിട്ട് എനിക്ക് കാണാനിടത് മാതാവ് നൽകിയ വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ ഈ അവസരത്തിൽ വിചാരിക്കുകയാണ്. പിന്നെ എനിക്കൊരു വീട്, കാരണം ഞാൻ താമസിക്കുന്നത് പെരിയാറിൻ്റെ തീരത്ത്, മുല്ലപ്പെരിയാർ തുറന്നു വിട്ടാൽ വെള്ളം ഇഷ്ടം പോലെ വരുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. പെരിയാറിൻ്റെ തീരത്താണ് എൻ്റെ വീട്. ഒരു 5 സെൻറ്റ് സ്ഥലവും ഒരു കുഞ്ഞ വീടുമാണ്. കഴിഞ്ഞ പ്രളയത്തിന് എൻ്റെ വീട്ടിൽ എന്നെക്കാളും പൊക്കത്തിൽ വെള്ളം കയറി. വീടിൻ്റെ അകത്തുണ്ടായിരുന്ന അടുപ്പ്, അതുപോലെ ഒരു സൈഡിലുണ്ടായിരുന്ന ബാത്റൂം എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. അപ്പം ഞാൻ ആഗ്രഹിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാണ്, നല്ലൊരു വീട് സ്ഥലവും വേറെ എവിടെയെങ്കിലും എനിക്ക് തരണമേ മാതാവേ എന്നാണ് പറഞ്ഞ്. ഞാനങ്ങനെ ഈ 19 മുതൽ ഈ കഴിഞ്ഞ 4 മാസം മുമ്പ് വരെയും ഇത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കഴിഞ്ഞ 4 മാസം മുമ്പ് ഈ വീട് തന്നെ പണിയേണ്ടതായ ഒരു സാഹചര്യമുണ്ടായി. കാരണം ചെതൽ കയറിയിട്ട് എപ്പോൾ വേണേലും ഇത് താഴെ വീഴാം. ഞാൻ പോയി, ഈ വീടിൻ്റെ മേളിൽ കടയുണ്ട്, ഒരു 5-6 തട്ടിയുണ്ട്, അത് വാടകയ്ക്ക് കൊടുത്തിരിക്കും. അവരിങ്ങനെ ചവിട്ടുമ്പോൾ താഴോട്ട് താന്നു വരുന്ന പോലെ മുഴുവൻ ചെതൽ കയറി മണ്ണായി തീർന്നു. അങ്ങനെ ഞാനത് പണിയാൻ തീരുമാനിച്ചു. എൻ്റെ കയ്യിലാകെ ഉള്ളത് കല്യാണത്തിന് മേടിച്ച കുറച്ച് സ്വർണം മാത്രമാണ്. ഞാൻ ഈ സ്വർണം കൊണ്ട് വിറ്റു. 1.5 ലക്ഷം രൂപ എനിക്ക് കിട്ടി. പിന്നെ എൻ്റെ കയ്യിൽ അല്ലാതെ എൻ്റെ അയൽക്കൂട്ടത്തിൽ നിന്നൊക്കെ ആയിട്ട് എനിക്ക് കിട്ടിയത് ഒരു 50,000, 2 ലക്ഷം രൂപ കൊണ്ട് ഞാൻ അതിൻ്റെ പണി ആരംഭിച്ചു. എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരും എന്നെ അറിയാവുന്നവരൊക്കെ ആയിട്ട് 1 ലക്ഷം രൂപ, 50,000 രൂപ, 75,000 രൂപ ചിട്ടി പിടിച്ചു, 1.25 ലക്ഷം രൂപ ഇങ്ങനെ തന്ന് ആ വീടിൻ്റെയും കടയുടെയും പണി ഞാൻ ഏതാണ്ട് പൂർത്തിയാകാറായി. ഇനി വയറിങ്ങിൻ്റെ പണിയും കൂടെ ഉള്ളൂ, ബാക്കി എല്ലാം ചെയ്തു. ഏതാണ്ട് 9 ലക്ഷം രൂപയ്ക്ക് മേളിൽ ഇപ്പോൾ ആയിട്ടുണ്ട് അതിന്. ഇനി വയറിങ്ങിൻ്റെ പണി ബാക്കിയെല്ലാം കൂടി തീരുമ്പോൾ ഒരു 10 ലക്ഷം രൂപയാകും. പ്രിയപ്പെട്ടവരെ, റോഡ് സൈഡിൽ 3 ഷട്ടറും ഒരു വീടും എനിക്കിപ്പോൾ പരിശുദ്ധാമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കിട്ടി. ഇപ്പം ഈ 2ാമത്തെ കുഞ്ഞ് ജനിച്ചിട്ട് അവിടെ ഞാൻ കൊണ്ടുവന്നില്ല, കാരണം ഇത് ഇടിഞ്ഞ് താഴെ വീഴാൻ എന്നൊരവസ്ഥയിലാണ് ഇതിരിക്കുന്നത്. കാരണം പൊളിച്ചിറക്കിയപ്പോൾ ഒരറ്റം പൊളിച്ചപ്പോൾ ആ സൈഡ് മുഴുവനുള്ള ഷീറ്റ് ഒടിഞ്ഞ് താഴെ പോയി. ഒരു 9-10 ഷീറ്റോളം പോയി. പിന്നെ അതൊക്കെ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട് വന്നു. അങ്ങനത്തെ ഒരവസ്ഥയിൽ എനിക്ക് നല്ലൊരു വീട് മാതാവ് തന്നെ അനുഗ്രഹിച്ചു. മാതാവിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തികൾ ചെയ്യുക. ഈ അനാഥാലയം, ഇവിടെ ഒരു സ്നേഹാശ്രമമുണ്ട് കട്ടപ്പന 20 ഏക്കറിൽ. അസീസി അച്ഛന്മാർ സിസ്റ്റേഴ്സ് നടത്തുന്നതാണ്. ഞാൻ എൻ്റെ കല്യാണത്തിന് ഒരു തുക മാറ്റി വെച്ചിട്ട് അവിടെ കൊണ്ടുപോയി അവർക്ക് കൊടുത്തു. ഇത് ഇവർക്ക് ഏതാവശ്യങ്ങൾക്ക് വേണ്ടിയും വിനിയോഗിച്ചാൽ എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ ഞാൻ വല്ലപ്പോഴും ആരും അറിയാതെ ഞാൻ അവിടെ പോകും, കൊണ്ടുപോയി പൈസ കൊടുക്കും. ആ സിസ്റ്ററിനോട് റെസിപ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ട് പൈസ കൊടുത്തപ്പോൾ സിസ്റ്റർ പറഞ്ഞത്, മോൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം, കാരണം അവർക്ക് വേണ്ടിയൊക്കെ നിൻ്റെ കല്യാണം നടക്കാനൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, അവരെയും കൊണ്ടുവന്ന് കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം. അതുപോലെ വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റിയിലൊക്കെ പ്രവർത്തകർ പിരിവിന് അങ്ങനെയും പലരെയും സഹായിക്കാൻ, അതുപോലെ ഈ വീട് പണിത് കൊടുക്കുന്ന അവരെയൊക്കെ കയ്യിൽ പൈസ കൊടുത്ത് അങ്ങനെയും സഹായിക്കുന്നുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രങ്ങൾ ഞാൻ 2 ഭാഷയിലുള്ള പത്രങ്ങളാണ് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുക, തമിഴും മലയാളവും. ആ പ്രദേശങ്ങളിൽ തമിഴ് സംസാരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് തമിഴ് പത്രം അവരുടെ വീടുകളിൽ കൊടുക്കും, വീടുകൾ കയറി കൊടുക്കും. അതുപോലെ മലയാളം പത്രവും. എൻ്റെ പള്ളിയിൽ ഞാൻ പഠിപ്പിക്കുന്ന മുഴുവൻ സൺഡേ സ്കൂൾ കുട്ടികൾക്കും ആ പ്രദേശങ്ങളിൽ ഞാൻ പണിക്ക് പോകുന്ന സ്ഥലത്ത്, ഞാൻ പണി ചെയ്യുന്ന വീട്ടിൽ, അവിടെ അങ്ങനെ എല്ലാ സ്ഥലത്തും കൊണ്ട് ഈ പത്രം ഞാൻ വിതരണം ചെയ്യും. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം.
എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയുമില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 40 മുതലുള്ള തിരുവചനങ്ങളാണ് നാം കേട്ടത്. തൻ്റെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ബിനു എന്ന ഈ മകൻ അനുഭവ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുന്നു. 18 വർഷമായി വിവാഹത്തിന് വേണ്ടി നടക്കുന്നു, പല ആലോചനകൾ നടന്നു. എന്നാൽ അവിടെയൊന്നും തനിക്ക് യോജിച്ച ഒരു പങ്കാളിയെ കണ്ടെത്താൻ ഈ മകന് കഴിഞ്ഞില്ല. അതിന് ഈ മകൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ രീതിയിലുള്ള, അതായത് സാമ്പത്തികവും അതുപോലെ മറ്റ് ജോലിയും ഇതൊന്നുമില്ലാത്ത ഒരവസ്ഥയിൽ പിന്നീട് ഈ മകൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ഒരു പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് കർത്താവിനോട് ഉടമ്പടി ചെയ്തു പോകുമ്പോൾ പിന്നെ എങ്ങനെയാണ് ജീവിതത്തിൽ മാറ്റം വരുന്നത്, തനിക്കൊരു ജീവിത പങ്കാളിയെ എങ്ങനെ ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. അങ്ങനെ ആ ജീവിത പങ്കാളിയെ ലഭിക്കുന്നു. 20 വയസ്സ് വ്യത്യാസമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അമ്മയുടെ അടുത്ത് നാം ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അതിന് എത്ര കാലതാമസം ഉള്ളതാണെങ്കിലും പരിശുദ്ധ അമ്മ ഇടപെടുമ്പോൾ കാനായിലെ കല്യാണ വിരുന്നു പോലെ അവിടെ ആ കുടുംബത്തിൻ്റെ അപമാന പ്രശ്നമാകുമായിരുന്നു, അവരുടെ അഭിമാന പ്രശ്നമായിരുന്നു, അതവർക്ക് അപമാനമാകുമായിരുന്നു. ആ അവസ്ഥയിൽ അമ്മ എങ്ങനെയാണ് ഇടപെട്ടത്? ഈശോയോട് പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ അമ്മ സൈലൻ്റായിട്ട് നിന്ന് അമ്മ ചെയ്യുകയാണ്. അമ്മ മറ്റൊന്നും പറയുന്നില്ല, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. 35 വർഷമായി തൻ്റെ മതബോധന ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, ജീവിതത്തിൽ മദ്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ അങ്ങനെ ഒരു ലഹരി ജീവിതമൊന്നും നയിക്കാത്ത, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും വിശുദ്ധ കുമ്പസാരവും ഒക്കെ ആയിട്ട് പോകുന്ന ഈ മകന് അങ്ങനെ പരിശുദ്ധ അമ്മ തന്നെ അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നു. ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നു എന്നാണ് പറയുക. അങ്ങനെ വലിയ മംഗളകരമായിട്ട് തന്നെ അവരുടെ വിവാഹം നടക്കുന്നു. കുഞ്ഞുങ്ങളെ ലഭിക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും കുഞ്ഞുങ്ങളെ കൊടുത്ത് ദൈവം അവരെ അനുഗ്രഹിക്കുന്നു. പിന്നീട് തൻ്റെ സഹോദരിയുടെ ജോലി, 4 വർഷമായിട്ട് ജോലി ഇല്ലാത്ത അവസ്ഥ, ഒരു പൈസ പോലും ശമ്പളം വാങ്ങാതെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. ഇപ്പോഴെങ്ങനെയാണ് ആ മകൾക്ക് ഉടമ്പടി എടുത്തത് വഴി പാസ്സാകാതിരുന്ന അപ്പോയിൻമെൻറ്റ് പാസ്സായി, ജോലി ലഭിച്ചു, ജോയിൻ ചെയ്തു എന്ന് നാം കേൾക്കുന്നു. അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ഈ മകൻ്റെ പ്രാർത്ഥനയിലൂടെ താൻ പഠിപ്പിച്ചു കൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ അവരേത് നിലയിലെത്തി, ഇന്നവർ അച്ചടക്കമുള്ള കുഞ്ഞുങ്ങളായി തീർന്നു. സഹോദരിയുടെ മകൾക്ക് ഫുൾ A+ കിട്ടുന്നതിനെക്കുറിച്ച് നാം ശ്രദ്ധിച്ചു. അതുപോലെ ഈ മകൻ്റെ തന്നെ അലർജി 10 വർഷമായിട്ടുള്ളത്, അതെങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ സൗഖ്യമാക്കപ്പെടുന്നത്? അങ്ങനെ തൻ്റെ ജീവിതത്തിൽ കൃപകൾ നേടി ഇവിടെ വന്നു നിന്ന് ഈ മകൻ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. തിരുവചനം പറയുകയാണ്, യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്നാണ് പറയുക. ദൈവം മാത്രമാണ് ഉടമ്പടി എടുത്ത് ഒരിക്കലും നടക്കില്ല എന്ന് കരുതുന്ന അവസരങ്ങളിൽ ദൈവം മാത്രം അഭയമായിട്ടുള്ളവരുടെ ജീവിതത്തിൽ തമ്പുരാൻ എങ്ങനെയാണ് കരുണ വർഷിക്കുക, കൃപ ചൊരിയുക എന്നുള്ളതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളാണ് നാം കേൾക്കുക. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.